നമസ്കാരം. 33 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം പശ്ചിമ ബംഗാളിൽ അവസാനിച്ചപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് അവിടുത്തെ സഖാക്കളാണ്. കാരണം ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടിയാണ് എന്നുള്ള അഹങ്കാരത്തിൽ അവർ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും പ്രതിപക്ഷത്തുള്ളവരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ വല്ലാതെ ദ്രോഹിച്ചു. ഈ ദ്രോഹങ്ങളെല്ലാം സഹിക്കുക മാത്രമേ അവർക്കൊക്കെ വഴിയുണ്ടായിരുന്നുള്ളൂ. കാരണം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒടുവിൽ പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെട്ടു. അതോടുകൂടി ഈ ക്രൂരതകൾ സഹിച്ച ആൾക്കാരുടെയൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന പക പുറത്തു ചാടി. അവർ ഈ സഖാക്കളെയൊക്കെ പേപ്പട്ടിയെപ്പോലെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാളെത്തി. അതോടുകൂടി നിലനിൽപ്പില്ലാതെ ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ പ്രാണരക്ഷാർത്ഥം ഈ സഖാക്കളൊക്കെ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി വന്നു. ഇന്ന് കേരളത്തിൻ്റെ പല തൊഴിൽ മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികളിൽ പലരും അന്ന് CPMൻ്റെ ചുമതലകൾ വഹിച്ചിരുന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കേരളത്തിലും അത്തരമൊരു സ്ഥിതി ഉടനെ തന്നെ വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ വരുന്ന മെയ് 9 അത് ഏകദേശം പൂർണ്ണമാകും. പക്ഷേ ഇപ്പോഴും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ചിലരുണ്ട്. ബംഗാളിൽ നടന്നതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലും ഈ അവസ്ഥ വരുമെന്നും ജനങ്ങളെല്ലാം തങ്ങളെ ഓടിച്ചിട്ട് അടിക്കുമെന്നും മനസ്സിലാക്കിയ ചില ബുദ്ധിമാന്മാരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരിൽ പലരും പാർട്ടി മാറി. മറ്റു ചിലരൊക്കെ ഇപ്പോഴും പാർട്ടിയോട് നിശബ്ദരായി നിൽക്കുകയാണ്. പഴയതുപോലെയുള്ള ഊച്ചാടിത്തരമൊന്നും കാണിക്കുന്നില്ല. പോസ്റ്റർ ഒട്ടിക്കാനും പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാനും എന്തെങ്കിലും പരിപാടിക്ക് കൂടെ പോകാനും അല്ലാതെ ആളുകളോട് ഉടക്കാനോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനോ ഒന്നും പല സഖാക്കളും തയ്യാറല്ല. അതവർ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത് കൊണ്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നശിക്കുന്നു, ഇനി ബംഗാളിലെ അവസ്ഥ തങ്ങൾക്കും വരും, ഇവിടെ നിലനിൽപ്പില്ലാതെ റോഡിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് മനസ്സിലാകാത്ത ചില കമ്മികളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് മുക്കോലയിൽ മുല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടന്നു. ആ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ഗാനമേളയുണ്ടായിരുന്നു. ഈ ഗാനമേള നടന്ന സമയത്ത് റോഡിലിറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ചിലർ നൃത്തം ചെയ്തു. ഇത് അവിടുത്തെ SI വിലക്കി. ഇത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് സഖാവ് മുക്കോല സന്തോഷ്. മുക്കോല സന്തോഷ് പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു തള്ളി. സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ ആക്രമിച്ചു. പോലീസ് വാഹനത്തിൻ്റെ മിറർ തല്ലി തകർത്തു. അതോടുകൂടി പോലീസ് മുക്കോല സന്തോഷിനെ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതറിഞ്ഞ് കമ്മിക്കൂട്ടങ്ങൾ ഒന്നാകെ അവിടെ എത്തി. അവിടെ വലിയ വിഷയമായി, ഉപരോധമായി, പ്രശ്നമായി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായി. ആ ഒത്തുതീർപ്പ് എന്താണെന്ന് വെച്ചാൽ ഗുരുതരമായ കുറ്റങ്ങളാണ് സന്തോഷ് ചെയ്തത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക, പൊതുമുതൽ നശിപ്പിക്കുക, അങ്ങനെയുള്ള നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്തത്. പക്ഷേ നിസ്സാര വകുപ്പുകൾ ചുമത്തി, സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന നിസ്സാര വകുപ്പുകൾ ചുമത്തി സന്തോഷിനെ വിട്ടയക്കുകയാണ് ഈ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായത്. ഇത് സേനയിലുള്ളവർക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു അമർഷത്തിന് കാരണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും ഇവിടെയുള്ള ചില അന്തം കമ്മികൾക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഒരു സാധാരണ അന്തം കമ്മി, അതായത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയോ ആണെങ്കിൽ പോലും, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കൊക്കെ ഒരു DYSP റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ്റെ പവറാണ്. ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിൽ CAയുടെ റാങ്കിലേക്ക് പോകും. സാധാരണ ഊച്ചാളി കമ്മിയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നീ റാങ്കുകളിലൊക്കെ അതാണ് അവരുടെ വിചാരം. അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ കമ്മികളുടെ പെരുമാറ്റം. അവരുടെ പാർട്ടി ക്ലാസ്സുകളിൽ അതായിരിക്കാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരം പോലീസുകാരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കുകയോ, ചോദ്യം ചെയ്യലുണ്ടാവാം, സമരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പോലീസുകാരെ ചോദ്യം ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റ് പാർട്ടികളിലുള്ളവർ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ ദാർഷ്ട്യത്തോടു കൂടി ഇത് പോലീസൊക്കെ തങ്ങളുടെ കീഴിലാണ് എന്നുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം. അതിപ്പോഴും പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഈ വരുന്ന 9-ാം തീയതിയോടുകൂടി സർക്കാർ മാറുമെന്നും പിണറായി സർക്കാർ മാറി പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമെന്നും ഈ പോലീസുകാരൊക്കെ ഇവിടെ കാണുമെന്നും ജനങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നുമുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും ഈ പശ്ചിമ ബംഗാൾ എന്താണെന്നോ, പശ്ചിമ ബംഗാളിൽ 33 കൊല്ലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ എന്തൊക്കെ വികസനങ്ങളാണ് ഉണ്ടാക്കിയതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താണ് അവർ ചെയ്തതെന്നോ ഈ കഴുതകൾക്ക് അറിയില്ല. ഇവർക്ക് ആകെ അറിയുന്നത് ഇംഗുല ചിന്താവ, പിണറായി വിജയൻ ചിന്താവ. ഇതിനപ്പുറം ഈ മരക്കഴുതകൾക്ക് യാതൊന്നും അറിയില്ല എന്നുള്ളതാണ്. അവരുടെ കമ്മ്യൂണിസം അതാണ്. പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടുക, പാട്ടപ്പരി എടുക്കുക, ഇത്തരം ആൾക്കാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തുക, തെറി വിളിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഒരു ശൈലി. അതാണ് കമ്മ്യൂണിസം എന്നാണ് അവരുടെ ഒരു ചിന്ത. യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്നോ, കമ്മ്യൂണിസം കേരളത്തിൽ അസ്തമിച്ചു കഴിഞ്ഞെന്നോ, രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന എല്ലാ സംസ്ഥാനത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ട കമ്മ്യൂണിസം ഇനി കേരളത്തിൽ മാത്രമേ ബാക്കിയുള്ളൂ എന്നും ഈ വരുന്ന 9-ാം തീയതിയോടുകൂടി ആ കമ്മ്യൂണിസവും ഇവിടെ നിന്ന് അണഞ്ഞു പോകുമെന്നുമുള്ള
ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇതുവരെ ഈ മരക്കഴുതകളായ മണ്ടന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ അസംതൃപ്തരാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി ഈ കമ്മികളുടെയൊക്കെ ഒരു കയ്യേറ്റവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്രമണങ്ങളും ഒക്കെ സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പലരെയും പ്രാദേശിക നേതാക്കൾ പോലും പലരെയും ദ്രോഹിച്ച സംഭവങ്ങളുണ്ട്. അതൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോഴും പലയിടങ്ങളിലും വോട്ട് ചോദിച്ചു പോകാൻ പോലും സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നില്ല. ഇവിടെ തൃക്കരിപ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ CITUക്കാർ വോട്ട് ചോദിച്ചു പോകുന്നതിൽ നിന്ന് തടയുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ മനോരമ ന്യൂസിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ മണ്ഡല ശിരോമണികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കമ്മ്യൂണിസം വരും, എന്തൊക്കെയോ ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ്. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവരുടെയൊക്കെ ചിന്ത. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണ് ഈ പറയുന്ന അന്തം കമ്മികൾ. അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു മാനവും നാണവും ഉള്ളവൻ ഒരിക്കലും ഈ പാർട്ടിയിൽ നിൽക്കില്ല. അങ്ങനെ നാണവും മാനവും ചിന്താശേഷിയും ഉള്ളവരൊക്കെ കുറച്ച് വൈകിട്ടാണെങ്കിലും പുറത്തുപോയി TK ഗോവിന്ദനും ഐഷ പോറ്റിയും G സുധാകരനും V കുഞ്ഞികൃഷ്ണനും അടക്കമുള്ളവരൊക്കെ ഇത്തരത്തിൽ മാറിപ്പോയവരാണ്. പക്ഷേ ഇപ്പോഴും ഈ കഴുതകൾക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും 9-ാം തീയതി കഴിയുന്നതോടുകൂടി കേരളത്തിലൊരു മാറ്റമുണ്ടാകും. ആ മാറ്റം ഈ കമ്മികളുടെ മേൽ പ്രതിഫലിക്കുകയും ചെയ്യും.